ഹായ് ഗൈസ്, ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ജിങ്ഷി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, എനിക്കിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ അച്ഛൻ കാരണമാണ്. ഇതിനു മുന്നേ ഫുട്ബോൾ കളിച്ച് അവൻക്ക് ഇഞ്ചുറി പറ്റിയിരുന്നു. ആക്ച്വലി അവൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. അന്ന് അവൻ്റെ അമ്മ ഇനി മേലാൽ നീ ഫുട്ബോൾ കളിക്കരുതെന്ന് പറഞ്ഞിട്ട് വാണിംഗ് ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയോട് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടീവായി നിൽക്കുന്നതും ഇപ്പോഴും കട്ടക്ക് കൂടെ നിന്ന് ട്രെയിനിങ് തരുന്നതും എന്നവൻ പറയും. അതുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ അവനോട് എപ്പോഴും മോനെ നിന്റെ കാലമൊക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് എപ്പോഴും ചോദിക്കുന്നത്. ഡാ മോനെ, നിനക്കറിയാലോ നിന്റെ അമ്മക്ക് കൊടുത്ത പ്രോമിസ്, ഇനി നിന്റെ കാലിന് വല്ലതും സംഭവിച്ചാൽ ഇനി നിനക്ക് ഫുട്ബോൾ ഒരിക്കലും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോൻ സൂക്ഷിച്ച് കളിക്കണമെന്ന് അച്ഛൻ പറയും. ആ ഓക്കെ അച്ഛൻ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവനവന്റെ വെയ്യാത്ത കാലിന് മരുന്നടിക്കും. എന്നിട്ട് അവൻ നേരെ വീട്ടിലേക്ക് ഓടും. ബിക്കോസ് അവന്റെ അമ്മ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവൻക്ക് അവിടെ എത്തണം. അങ്ങനെ അവർ കാലിന്മേൽ കാലും വെച്ച് ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പോൾ അമ്മക്ക് മരുന്നിന്റെ സ്മെല്ലടിക്കാൻ തുടങ്ങും. അല്ല, നല്ല മരുന്നിന്റെ മണക്കുന്നുണ്ടല്ലോ, നീ വീണ്ടും ഫുട്ബോൾ കളിക്കാൻ പോയടാ? ഇല്ല അമ്മ, ഞാൻ കളിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോ അച്ഛൻ പുറമൊഴിഞ്ഞിട്ട്, അത് ഞാൻ അടിച്ചതാണ്, എനിക്ക് നല്ല പുറം വേദന, അപ്പൊ ഞാൻ കുറച്ച് മരുന്ന് പുരട്ടി എന്ന് കള്ളം പറയും. കൂടാതെ ജിങ്ഷിയുടെ അമ്മ, നിന്റെ സ്കൂളിൽ സ്പോർട്സ് ആവാനായില്ലേ, നീ അതിലൊന്നും പോയി പങ്കെടുക്കരുത് കേട്ടോ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ അതിലൊന്നും പങ്കെടുത്തോട്ടെ, അമ്മക്കറിയില്ല എനിക്ക് സ്പോർട്സ് എന്ന് വെച്ചാൽ ജീവനാണെന്ന്. പ്ലീസ് അമ്മ, എനിക്കിപ്പോ കാലിനൊരു കുഴപ്പവുമില്ലല്ലോ. പിന്നെന്താ അമ്മ, നോനോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല റെസ്റ്റ് എടുക്കണമെന്ന്. നീ അതിലൊക്കെ പങ്കെടുത്താൽ പിന്നെ എങ്ങനെയാ സുഖം പ്രാപിക്കുക? ഞാൻ നിന്റെ ടീച്ചറെ ഒന്ന് കാണട്ടെ പ്ലീസ് അമ്മ. അതൊക്കെ മാറിയെന്ന് അവൻ കെഞ്ചി പറയും. അപ്പോൾ നമ്മുടെ ഹുവാന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ. അവളെ ജനലടക്കാൻ നേരം ഇവിടെ ജിങ്ഷി അമ്മയോട് സംസാരിക്കുന്നത് കേൾക്കും. ഇവിടെ ഇവൻ അമ്മന്റെ പുറകെ പോയിട്ട് വീണ്ടും കെഞ്ചാണ്. എന്താ അമ്മ, പഠിപ്പിലോ എനിക്ക് ജയിച്ച് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇതിലെങ്കിലും ഞാനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ പ്ലീസ് അമ്മ. എന്റെ ക്ലാസ്സിൽ ഒരാൾ പോലും ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ തന്നെയായിരിക്കും വിൻ ചെയ്യാ. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് അമ്മക്ക് യാതൊരു കുലുക്കവുമില്ല. അമ്മ ഒട്ടും സമ്മതിക്കുന്നുമില്ല. നീ മര്യാദയ്ക്ക് ഇരുന്ന് പോയി പഠിക്കാൻ നോക്കെന്ന് പറയും. ഇത് കണ്ട് ഹുവ അവൻക്ക്, ഞാൻ സ്പോർട്സിൽ പങ്കെടുത്തോളാമെന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. ഇത് കണ്ട് അവന്, ഹുവ നീ പൊളിയാണ്, നീ മുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കും. അവൻക്കും ഭയങ്കര സന്തോഷമാകും. അങ്ങനെ പിറ്റേ ദിവസം ഹുവന്റെ നാട്ടിലെ ഫേമസ് ആയ ആ ഡിഷ് ഉണ്ടല്ലോ, തുടക്കത്തിൽ അവൾ 3 പേർക്കും കൊടുത്തിരുന്ന ആ ഡിഷ്, അതിന്റെ റെസിപ്പിയൊക്കെ പഠിച്ച് നമ്മുടെ ജിങ്ഷി അത് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവൾ, അതിന് എന്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഡിഷൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതുണ്ടാക്കിയേ? ആരും അറിഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെന്ന്? അതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ, എനിക്ക് ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അല്ല മോളെ, സ്പോർട്സിൽ ചേരാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ നിന്റെ പിറകെ ഒരു പൊട്ടനെ പോലെ നടന്നില്ലേ, ഇപ്പോൾ എന്താ നിനക്കൊരു മനം മാറ്റം? അതൊന്നും നീ അറിയണ്ട, പക്ഷെ ഈ ഒരു കാര്യം എന്റെ അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല, നീ പറയാനും പാടില്ല. ഓക്കെ, ഞാനൊന്നും പറയാൻ പോണില്ല. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ ട്രെയിനിങ് തുടങ്ങാം അല്ലേ എന്നും പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ജിങ്ഷി ഹുവാനെ കൊണ്ട് ഓടിപ്പിക്കണേ. പക്ഷെ 2 റൗണ്ട് ഓടിയപ്പോഴേക്കും അവൾ കഥ കഴിഞ്ഞ്, ഹുവ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ചു പൊക്കിയിട്ട് വീണ്ടും ഓടിപ്പിക്കും. എന്നാൽ മറുവശത്ത് സോങ് നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് ശിശി വരും. എന്നിട്ട് അവളെ, എനിക്ക് റണ്ണിങ് കോമ്പറ്റീഷനിൽ ചേർന്നാലോ എന്നുണ്ട്, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഇതിനെ പറ്റിയൊന്നും അറിയില്ല, നീ ജിൻഷിയോട് പോയി ചോദിച്ചു നോക്ക് എന്നവൻ പറയുമ്പോൾ ശിശി, വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടെ ജിങ്ഷി ഹുവാനെ കൊതിപ്പിച്ചിട്ടാണ് ഓടുന്നത്. അവനൊരു കയറിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് തൂക്കിയിട്ടിട്ട് ഓടാണ്. പിന്നാലെ അത് പിടിക്കാനായിട്ട് അവളും ഓടിയാണ്. അങ്ങനെ ഓടി അവള് ഒരു വിധത്തിൽ സ്പീഡായിട്ടുണ്ട്. അങ്ങനെ അവള് ആകെ തളർന്നാണ് വീട്ടിലേക്ക് കയറുന്നത്. അവിടെ അമ്മ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളെ അമ്മ കയ്യോടെ പൊക്കുന്നുണ്ട്. എന്താ മോളെ ആകെ വിയർത്തിരിക്കുന്നേ? എന്റെ പൊന്നു മോളെ, റണ്ണിങ് കോമ്പറ്റീഷനിൽ വല്ലതും ചേർന്നോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മ, സ്കൂളിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തളർന്നമ്മ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് അവൾ കഴിച്ചിലാകും. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. എല്ലാവരും ഗാലറിയിൽ ഇരുന്നിട്ട് കളി കാണാണ്. പക്ഷെ നമ്മുടെ ഹുവാക്ക് എന്തൊക്കെയോ ഒരു പേടിയുണ്ട്. ഇത് കണ്ട് ശിശി അവളോട്, എന്ത് പറ്റി നിനക്ക് വല്ല വയറുവേദന തലവേദന അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചെറുതായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ശിശി, അത് വെള്ളം കുടിച്ചാൽ മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വെള്ളം കൊടുക്കും. അവളുടെ തൊട്ടുപിറകിലായിട്ട് നമ്മുടെ പഠിപ്പിടിയാനും ബുക്കും മറിച്ച് വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. എന്തിനാണ് ഈ സ്പോർട്സ് ഡേ ഒക്കെ? വെറുതെ പഠിക്കാനുള്ള ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി ഇവർക്കൊക്കെ ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കാണ്. ഇതെന്തൊരു ജന്മം എന്നൊക്കെ പറഞ്ഞ് ബാക്കി പിള്ളേർ അവനെ നോക്കി കളിയാക്കും. അങ്ങനെ അടുത്ത കോമ്പറ്റീഷൻ തുടങ്ങുകയാണ്. ഇവിടെ ജിങ്ഷി അമ്മയോട് സ്പോർട്സിൽ ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവനും കുറച്ച് പേടിയോടെ എല്ലാം സെറ്റിൽ എന്ന മട്ടിൽ ഹുവാനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ റണ്ണിങ് കോമ്പറ്റീഷനിൽ ജിങ്ഷി വിന്നറാകും. അടുത്തത് നമ്മുടെ ഹുവയുടെ റേസിംഗ് ആണ്. 1500 മീറ്റർ ആണ്. ജിങ്ഷി അവളെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് അടുത്തൂടെ പോകുന്നത്. അവൾ അവിടെ ഓടാനായി റെഡിയായി നിൽക്കുകയാണ്. ഇത് കണ്ട് അവിടെ സോങ്ങും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നീ സ്ട്രോങ് ആണ്, നീ തന്നെ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂടാതെ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് ചിയേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹുവ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ ഓടുകയാണ്. ഓരോരുത്തരെ തോൽപ്പിച്ച് അവൾ ഫ്രണ്ടിലെത്തുന്നുണ്ട്. പക്ഷെ കുറച്ച് കൂടുമ്പോഴേക്കും അവൾക്ക് നെഞ്ഞിൽ നല്ല വേദന വരും. ആക്ച്വലി അവൾക്ക് ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് അവളുടെ പേരൻസ് വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവൾക്ക് എന്തോ അർജന്റായി ഒരു ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ആക്ച്വലി ഹുവാക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവൾ നെഞ്ചും പിടിച്ച് ഓടുന്നത് കണ്ട് എല്ലാവരും അവളെ പേടിയോടുകൂടെയാണ് നോക്കുന്നത്. നമ്മുടെ ടിയാൻ വരെ ബുക്കെല്ലാം മാറ്റിവെച്ച് ഇവൾക്ക് എന്താ പറ്റിയെന്ന മട്ടിൽ
നോക്കുകയാണ്. എന്നാൽ ഹുവ അതൊന്നും കാര്യമാക്കാതെ എനിക്കിതിൽ എങ്ങനെയല്ലേ വിജയിക്കണമെന്ന് പറഞ്ഞിട്ട് വേദന സഹിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ഓടി അവസാനം ആ റേസിൽ വിൻ ചെയ്യും. അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ക്ലാബ് ചെയ്ത് നല്ല ഹാപ്പിയിലാണ്. ടിയാൻ ബുക്കും തുറന്ന് വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ജിങ്ഷി അടുത്ത റേസിങ്ങിന് ഓടിപ്പോകണേ. അവൾ അവനെ തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ അവൾ അവിടെ പെട്ടെന്ന് മയങ്ങി വീഴും. ഇത് കണ്ട് അവിടെ എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ സോങ് ഓടി വന്നിട്ട് അവളെ എടുത്ത് ഇവരുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഷുഗർ കുറഞ്ഞതാണ്, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ശിശുവും സോങ്ങിന്റെ അടുത്തോട്ട് വന്നിട്ട് അവൾ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാകാം. ഓക്കെ ശരി ശരി, ഞാൻ വേഗം ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സോങ് അവിടുന്ന് പോകും. ശേഷം ശശി അവളുടെ അടുത്തോട്ട് പോയിട്ട് ഡി എന്ത് പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോ എടി എനിക്ക് പീരിയഡ്സ് ആയി എന്നാ തോന്നുന്നത്, എന്റെ അടുത്ത് പേടില്ലെന്ന് പറയും. അപ്പോൾ ശശി ഓക്കെ നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഷോപ്പിലേക്ക് പോകും. അവിടെ നമ്മുടെ സോങ് ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ടാക്കും. അപ്പോൾ ശശിയെ കണ്ടതും എന്താ ശശി ഇങ്ങോട്ട് വന്നേ, ഞാൻ അങ്ങോട്ട് വരില്ലേ? അത് പിന്നെ ഹുവാക്കൊരു സാധനം കൂടെ വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വന്നതാ. ഓക്കെ ശരി ശരി, ആ സാധനത്തിന്റെ ബില്ലും കൂടെ ഞാൻ അടച്ചോളാം, അത് അവൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അതിങ്ങത്താ ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശശിയോട് അത് തരാൻ പറയും. അപ്പോൾ അവള് വേണ്ട അത് ഞാൻ തന്നെ കൊടുത്തോളാം, അത് ഇങ്ങോട്ട് താ ശശി ഞാൻ കൊടുത്തോളാം. അവളെ വിടുന്നേ ഇല്ല, അവളും കൊടുക്കാൻ തയ്യാറല്ല. അവസാനം അവൻ വിടാതായപ്പോൾ അവൾ അത് കാണിച്ചു കൊടുത്തതും ശരി അത് നീ തന്നെ കൊടുത്തോ അവൾക്ക്, ഞാൻ വേറെ ബില്ലിട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും വേറെ വേറെ ബില്ലിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ജിൻഷി പിന്നീടാണ് കാര്യം അറിയുന്നത്. അവൻ ഓടി വന്നിട്ട് ഹുവാനെ പിടിച്ച് ഹുവ നിനക്ക് എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ വലിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ടാ. എന്നാ വാവ ഇവിടെ കിടന്നാൽ ശരിയാകില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അവൾ ചിരിച്ചിട്ട് എടാ ഞാൻ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞതാന്ന് പറയും. അപ്പോൾ അവനക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടാകും. നീ ചുമ്മാ കളിക്കാതെ, ഞാൻ ആകെ പേടിച്ചു പോയി, സോറിടാ, ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് പറ്റിക്കാൻ ഒരു തമാശക്ക് പറഞ്ഞതാ. അല്ല അത് പോട്ടെ, നീ സ്കോർ ബോർഡ് നോക്കിയായിരുന്നോ? നമ്മുടെ ക്ലാസ് ആണോ വിൻ ചെയ്തേ? എവിടെ അതൊക്കെ നോക്കാൻ നേരം, നിന്റെ കാര്യം അറിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊന്നും നോക്കാൻ നിന്നില്ല എന്ന് പറയുമ്പോഴേക്കും അവരുടെ ക്ലാസ്സിലെ മോണിറ്ററായ ലീ വന്നിട്ട് നമ്മുടെ ക്ലാസ് ആണ് വിൻ ചെയ്തതെന്ന് പറയും. അത് കേട്ടതും അവർ രണ്ടാളും അസുഖമറന്ന് അവിടുന്ന് സന്തോഷത്തോടെ തുള്ളി കളിക്കും. ഹുവക്കാണെങ്കിൽ ട്രോഫി വാങ്ങിക്കാൻ പോകേണ്ടതുണ്ട്. ബട്ട് അവളുടെ കയ്യിലെ ട്രിപ്സ് ഉള്ളത് കൊണ്ട് അത് അയക്കാൻ നെയ്സിനെ തപ്പാണ്. ബട്ട് അവിടെ ഒന്നും നെയ്സിനെ കാണൂല. അപ്പൊ നമ്മുടെ ജിങ്ഷി സാറില്ല, എന്റെ അമ്മ ഡോക്ടർ ആയതുകൊണ്ട് അത് എനിക്കറിയാം അയക്കാൻ, ട്രിപ്സ് ഒക്കെ അയക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് അത് അയച്ചു കൊടുക്കും. ശേഷം അവർ ഗ്രൗണ്ടിലേക്ക് ഓടും. ഇവിടെ എല്ലാവരും ഹുവയോട് കൺഗ്രാറ്റ്സ് പറഞ്ഞ് കയ്യടിക്കാണ്. അപ്പൊ അവരുടെ ഓപ്പോസിറ്റ് ക്ലാസ് ടീമിലെ ഒരു പെണ്ണ് നിങ്ങൾ ലെക്കിന് ജയിച്ചതാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മുടെ പിള്ളേര് അയ്യ നിങ്ങൾ തോറ്റിട്ട് വീമ്പിളക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് ലൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസ്സും തമ്മിൽ മുട്ടം പോരാകും. എന്നും പുസ്തകപൂവായ ടിയാൻ വരെ തുറക്കാൻ തുടങ്ങി. കാരണം അവന്റെ ക്ലാസ് ആണല്ലോ വിൻ ചെയ്ത്, അപ്പോൾ ആ അഹങ്കാരം അവനക്ക് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഹുവയുടെ അമ്മ കുട്ടികൾക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വന്നിരിക്കാണ്. നമ്മുടെ ഹുവയുടെ അമ്മയും ഡോക്ടറാണ്. അങ്ങനെ അവർ 3 പേരും കാത്തിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വരും. അപ്പൊ അമ്മ അവളുടെ കയ്യിലെ ആ പാട് കാണും. എന്താ ഹുവ നിനക്ക് പറ്റിയ, നീ ട്രിപ്സ് എന്തെങ്കിലും ഇട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മ ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ആയിരുന്നു പോയത്, പിന്നെ ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നില്ല, അപ്പൊ ഗ്രൗണ്ടിൽ വേലത്തിരുന്ന് കണ്ടപ്പോൾ ഒന്ന് മയങ്ങി വീണു, അതാ ട്രിപ്സ് ഒക്കെ ഇട്ട്. ഇത് കേട്ടിട്ട് അമ്മക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹുവ നീ എന്നോട് സത്യം തന്നെയല്ല പറഞ്ഞത്, ഇന്ന് നീ വല്ലതിലും പങ്കെടുത്തിരുന്നോ? സത്യം പറ, നിന്റെ ഹെൽത്ത് ആണ് ഫസ്റ്റ്, നിനക്ക് എന്തെങ്കിലും പറ്റിയ എന്താ ചെയ്യാ എന്ന് പറയുമ്പോൾ നമ്മുടെ സേങ് സത്യം പറയാൻ നിൽക്കും. അപ്പൊ അവള് ഇടയിൽ കയറിയിട്ട് ഇല്ല അമ്മ ഒരു കുഴപ്പമില്ല. അപ്പൊ ജിൻഷി ആദ്യം ഞാനാണ് അവളുടെ ട്രിപ്സ് ഊരി കൊടുത്തത്, അതാ അവിടെ ബ്ലഡൊക്കെ കോട്ടായി നിൽക്കുന്നത്. ആക്ച്വലി അവൻ ശരിക്കും ഊരാൻ അറിയില്ലായിരുന്നു. പിന്നെ ജിൻഷി കാര്യം പറയാൻ നിന്നെങ്കിലും അവള് ഇല്ല അമ്മ ഒരു പ്രശ്നവുമില്ല, ഞാനൊന്ന് മയങ്ങി വീണിട്ടേ ഉള്ളൂ, ട്രിപ്സ് ഊരാൻ അവിടെ നെയ്സിനെ ഒന്നും കണ്ടില്ല, അപ്പൊ ഞാൻ തന്നെ ഊരിയതാണെന്ന് കള്ളം പറയും. വീണ്ടും അമ്മ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മതി അമ്മ വിശക്കുന്നുണ്ട്, വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി പോകാൻ നിൽക്കുമ്പോഴേക്കും അമ്മ ജിൻഷിയുടെ എടാ നീ റേസിൽ എങ്ങനെ പങ്കെടുത്തോ, നിന്റെ കോലം കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ അമ്മമാരൊന്നും പറയുന്നതൊന്നും കേൾക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഹുവാനും കുട്ടി അവിടുന്ന് പോകും. ഇതൊക്കെ കണ്ട് സോങ് ഹുവന്റെ അമ്മ അല്പം സ്ട്രോങ് ആണല്ലടാ എന്ന് പറയുമ്പോൾ ജിൻഷി അല്ലടാ അവളുടെ അമ്മ ഭയങ്കര കൂളാണ്, പൊതുവെ അവൾ എന്ത് ചെയ്താലും ഒന്നും പറയാത്ത ടൈപ്പാണ്, പക്ഷെ ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവൾ അമ്മയോട് ഇങ്ങനെ നുണ പറയില്ലായിരുന്നു. ഇവിടെ സോങ് നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അമ്മയോട് അമ്മ ഈ സൂചി എങ്ങനെയാ ബ്ലഡ് വരാതെ കയ്യിൽ നിന്ന് എടുക്കാന്ന് ചോദിക്കുമ്പോൾ ഹുവന്റെ അമ്മ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു, അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം എന്താ പ്രശ്നം അവക്ക് എന്നവൻ ചോദിക്കുമ്പോൾ അമ്മ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറും. പിന്നെ കാര്യമായിട്ടൊന്നും പറയാതെ കുഞ്ഞിലെ അവൾക്ക് എന്തോ അസുഖമുണ്ടായിരുന്നെന്നും വലിയ ഭാരമുള്ള ജോലികളൊന്നും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ലെന്നും ഒക്കെ പറയും. കൂടാതെ അവളുടെ ഈ പ്രശ്നത്തെ പറ്റി അവളുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കരുതെന്നും പറയും. ശേഷം സൂചി എങ്ങനെയാണ് ബ്ലഡ് വരാതെ എടുക്കാന്ന് അമ്മ അവനക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആക്ച്വലി സോങ് ഇനി അടുത്തത് മെഡിക്കൽ സ്കൂളിലാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പോ അമ്മ അവനോട് മോനെ നീ ഡോക്ടർ ഒന്നും ആവണ്ടടാ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് തന്നെ അറിയാലോ ഞങ്ങളുടെയൊക്കെ ജോലിയുടെ സ്ട്രെസ് എപ്പോഴും ഫുൾ ബിസിയാണ്, അതുകൊണ്ട് നീയും കൂടെ ഇനി ഡോക്ടർ ആവണ്ട, കാരണം നിനക്ക് ഫാമിലി ഹാപ്പിനെസ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഫുൾ ബിസി
ആയിരിക്കും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേറെ എന്ത് വേണേലും പൊയ്ക്കൊന്ന് പറയും. ഇവിടെ ഹുവ കുളിച്ച് കണ്ണാടിയിൽ നോക്കി അവളുടെ മുടിയൊക്കെ മാറ്റി നോക്കുമ്പോ എന്തോ സർജറി കഴിഞ്ഞ പാട് അവളുടെ തലയിൽ കാണിക്കുന്നുണ്ട്. ശേഷം അവള് ലാപ്പ് എടുത്തിട്ട് മെസ്സേജ് നോക്കും. അതിൽ ക്ലാസ്സിലെ പിള്ളേര് അവൾക്ക് സന്തോഷത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. ഹുവ ഹാപ്പി അല്ലേ, ഹുവ റെസ്റ്റ് എടുക്കുക, മെഡിസിൻ ഒക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വായിച്ച് അവളും ഹാപ്പിയാണ്. കാരണം അവയ്ക്കൊന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജിങ്ഷി കല്ലെറിഞ്ഞ് അവളെ വിളിക്കാണ്. എങ്ങനെയുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എടാ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ്, നീ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുമ്പോ അവൻ അവളെ ഒരുമാതിരി നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. കാരണം അവൻ അവന്റെ പേരൻസിനോട് ഹുവക്ക് എന്താ പ്രശ്നം, എന്താ അവളെ കളിക്കാൻ സമ്മതിക്കാതിരുന്നെന്ന് ചോദിച്ചപ്പോ അവൾക്ക് കുഞ്ഞിൽ എന്തോ അസുഖമുണ്ടായിരുന്നു, അവളെ എന്തോ വീക്കായിട്ടുള്ള കുട്ടിയാണ്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അതുകൊണ്ട് അവൾക്കൊന്നും പറ്റാതെ നോക്കേണ്ട കടമ നിങ്ങളുടേതാണ് എന്ന് പറയും. അപ്പോൾ അവനക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഇന്ന് അവളെ സ്പോർട്സ് ഡേയിൽ മയങ്ങി വിടുന്നതും അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞതും എന്നൊക്കെ. ഇവർക്കൊക്കെ ഹുവാക്ക് എന്തോ പ്രശ്നമുണ്ട് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, അത് എന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെ പിറ്റേന്ന് ജിങ്ഷിയും സോങ് ക്ലാസ്സിന് പോകണേ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹുവ ഓടി വരുന്നത് കണ്ട് സോങ് അവൾക്ക് കുറച്ച് കാൻഡീസ് കൊടുക്കും. എന്നിട്ട് ഇനി ഷുഗർ കുറയുമ്പോൾ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞതും അപ്പോ ജിങ്ഷി അവളൊരു പേഷ്യന്റ് ഒന്നുമല്ല, നീ എന്തിനാ എത്ര ട്രീറ്റ് ചെയ്യുന്നേ? അപ്പോ ഹുവയും അതേ സോങ്ങേ, ഞാൻ ജിങ്ഷി പറഞ്ഞ പോലെ ഒരു പേഷ്യന്റ് ഒന്നുമല്ല, എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സ്കൂളിൽ വരുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ടീമിനെ കാണും. അന്ന് ജിങ്ഷി കോമ്പറ്റീഷനിൽ അവരുടെ ക്ലാസ് വിജയിച്ചാൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഡീലിറ്റ് ആയിരുന്നല്ലോ, ഇനി എന്നെ ബിഗ് ബോസ് ജിങ്ഷി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ആ ചെക്കൻ അങ്ങനെ കുമ്പിട്ട് അവനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മതി മതി എന്ന് പറയുമ്പോഴേക്കും അവൻ സ്ഥലം വിട്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവിടെ ക്ലാസ്സിൽ സേർ വന്നിട്ട് ഒരു പുതിയ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്, ബുക്ക് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും സേർ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാകില്ല, ആ ഒരു ബുക്ക് ലൈബ്രറിയിൽ കൊണ്ടുപോയി വെക്കണം, ആരാണെന്നറിയാതെ നിങ്ങൾ അതെടുത്ത് വായിക്കുമല്ലോ, അങ്ങനെ അത് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ അതിൽ ഒരു മെസ്സേജ് എഴുതി വെക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാകില്ല, അതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചോട്ടോ എന്ന് പറഞ്ഞ് സേർ അവിടുന്ന് പോകും. ശേഷം ക്ലാസ് ഫുള്ള് ഈ പ്രോഗ്രാമിനെ പറ്റിയാണ് ചർച്ച. ഹുവായും ശിശിയും സോങ്ങും ജിങ്ഷിയും ഒക്കെ ബുക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ശിശി നമുക്ക് എല്ലാവർക്കും പോയി എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് അവൾ എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ആ ഗ്യാപ്പിൽ ശിശു സോങ്ങിനോട് നൈസായിട്ട് അല്ല നീ ഏത് ബുക്കാ വെക്കാൻ തീരുമാനിച്ചത്, നീ സെലക്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് അവന് പറയും. ഇവൾക്ക് ഇവന്റെ മേൽ ഒരു കണ്ണുള്ളത് കൊണ്ട് ഇവൻ വെക്കുന്ന ബുക്ക് ഏതാണെന്ന് അറിഞ്ഞാൽ അവൾക്കത് വേഗം പോയി എടുക്കാലോ, അതിനെ പറ്റിയാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ജിങ്ഷിക്ക് ശിശുയുടെ മേലാണല്ലോ കണ്ണുള്ളത്. അപ്പൊ അവനും ആ ഗ്യാപ്പിൽ നൈസായിട്ട് അല്ല നീ ഏത് ബുക്കാ കൊണ്ടുവെക്കാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോ ഹുവ അല്ല നീ എപ്പോ മുതലാടാ വായിക്കാനൊക്കെ തുടങ്ങിയേ? ആ അതൊക്കെ ഇപ്പം തുടങ്ങിയത്, അല്ലേലും കുറച്ചൊക്കെ എല്ലാവരും വായിക്കണം, അതൊക്കെ ഒരു നല്ല ശീലമല്ലേ എന്നൊക്കെ അവന് പറയുമ്പോഴേക്കും ഹുവ വായിക്കാത്തവരൊക്കെ ഇപ്പൊ വായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങുമ്പോ ശശി വാ നിനക്ക് ബുക്സ് വേണ്ടേ, വാ നമുക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ സോങ് ജിങ്ഷിന്റെ അടുത്ത് വന്നിട്ട് എന്ന് മുതലാടാ നീ ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹുവാനെയും കൂടി ശശി അവളുടെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ വീട് വലിയ കൊട്ടാരം പോലെയാണ്, അവളാള് റിച്ച് ആണല്ലോ. ഹുവ ആശ്ചര്യത്തോടെ ഇങ്ങനെ അവളുടെ വീടെല്ലാം കാണുകയാണ്. അവളുടെ റൂം തന്നെ അത്രക്കും വലുതാണ്. അവളുടെ റൂമിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതിൽ നിന്ന് നീ ഏതെങ്കിലും എടുത്തോ, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ സെലക്ട് ചെയ്തു, അതിനെ ലൈബ്രറിയിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ ടേസ്റ്റുള്ള ഏതെങ്കിലും ഒരുത്തം വന്ന് അതെടുത്ത് അതിൽ മെസ്സേജ് വെക്കുമല്ലോ, അപ്പോൾ നിനക്ക് നിന്റെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിലൂടെ എന്നൊക്കെ ശശി പറയും. എന്നാ ഹുവ അവിടെ നിന്നും ബുക്സ് എടുക്കാതെ അവളുടെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ബുക്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അമ്മ ഏതെങ്കിലും ഒരു നല്ല ബുക്ക് എടുത്താ, അമ്മ എന്തായാലും ഒരു ഡോക്ടർ അല്ലേ, അപ്പോൾ അമ്മ മെഡിസിനുമായി ബന്ധപ്പെട്ട കുറെ ബുക്സ് എടുത്തു കൊടുക്കും. അമ്മ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അവസാനം ന്യൂറോ സൈക്കോളജിയുടെ ബുക്ക് എടുത്തിട്ട് അമ്മ ഇത് മതിയെന്ന് പറഞ്ഞ് അവളത് വായിക്കാൻ തുടങ്ങും. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് എപ്പിസോഡ് പെട്ടെന്ന് ഇടുന്നതാണ്.